ചേട്ടൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പുറത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ, പ്രത്യേകിച്ച് ഈ സംഘ് പരിവാർ ക്യാമ്പിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ, അത് വേടന് ശക്തി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ കാണുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഘ് പരിവാറിനെതിരെ കോൺഗ്രസ്സുകാർ സംസാരിക്കാറുണ്ട്, CPM സംസാരിക്കാറുണ്ട്, അവരെതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കാറുണ്ട്. പക്ഷേ വേടൻ സംസാരിക്കുന്നത് വേറൊരു ഭാഷയിലാണ്. അപ്പോൾ വേടൻ കഴിഞ്ഞ 2 അഭിമുഖങ്ങളിൽ പറഞ്ഞ കാര്യമുണ്ട്. രാമൻ എനിക്കറിയില്ല, കൂളായിട്ടാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഈ ഹിന്ദുത്വ മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, എനിക്ക് രാമൻ അറിയില്ല എന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം വേടൻ പറഞ്ഞിരിക്കുന്നത് ജയ് ശ്രീരാം എന്നുള്ളത് ആളുകളെ കൊല്ലുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യമല്ലേ എന്നാണ്. രാവണനാണ് എൻ്റെ ഹീറോ എന്ന് പറയുകയാണ്. ഇത് കോൺഗ്രസ്സോ CPMോ നടത്തുന്ന ഹിന്ദുത്വ വിമർശനമല്ല. ഇന്ത്യയിലെ ഒരു മുഖ്യധാരാ പ്രസ്ഥാനവും നടത്തുന്ന ഹിന്ദുത്വ വിമർശനമല്ല. ഹിന്ദുത്വ പ്രൊജക്റ്റിൻ്റെ മസ്തകത്തെ പിളർക്കുന്ന ഒരു വിമർശന പദ്ധതിയാണത്. അത് ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ദലിത് വിമർശന പദ്ധതിയിൽ നിന്നുകൊണ്ടാണ്, അംബേദ്കറൈറ്റ് വിമർശന പദ്ധതിയിൽ നിന്നുകൊണ്ടാണ് വേടൻ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് ഈവിൾ ഡീമൺ ആയി മുദ്ര കുത്തിയ രാവൺ ഞങ്ങളുടെ റെസിസ്റ്റൻസ് ഹീറോ ആണ്. ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന പയ്യൻ, ചെറുപ്പക്കാരൻ, അദ്ദേഹം സംഘടന രൂപീകരിച്ചപ്പോൾ ആ സംഘടന കിട്ട പേരെന്താണ്? രാവൺ സേന എന്നാണ്. രാവണനെ ആരാധിക്കുന്ന, രാവണനെ ഒരു നീതിമാനായ രാജാവായിട്ട് കാണുന്ന, ബ്രാഹ്മണാധിപത്യത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ നായക നേതൃബിംബമായി കാണുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുള്ള നാടാണ് ഇന്ത്യ. ആ മനുഷ്യന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട്. അത് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലുണ്ട്, കാൺപൂരിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും രാവൺ മന്ദിറുകളുണ്ട്, രാവണന് വേണ്ടിയുള്ള ക്ഷേത്രങ്ങളുണ്ട്. രാമനാഥപുരത്ത് നമ്മൾ പോയാൽ അവിടെ 2 രാവൺ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? ഈ ഇന്ത്യയെക്കുറിച്ച്, അല്ലെങ്കിൽ സനാതന ധർമ്മം, ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് സംഘ് പരിവാർ ഇങ്ങനെ കെട്ടിപ്പൊക്കി ഈ പവിത്രമായി നിലനിർത്തുന്ന ഈ ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ടല്ലോ, അതിനെ തകർക്കുകയാണ്, അതിനെ പ്രഹരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, അതിന് പുറത്ത് നിൽക്കുന്ന, അതിന് പുറത്ത് ജീവിക്കുന്ന കോടാനുകൂടി മനുഷ്യർ ഇവിടെ ഉണ്ടെന്നും, ആ മനുഷ്യരുടെ ആരാധ്യ വീരപുരുഷനാണ് രാവണനെന്നും, ഞാൻ ആ രാവണൻ്റെ ആളാണെന്നും, രാമൻ എനിക്കറിയില്ലെന്നും, നിങ്ങൾ ജയശ്രീരാം വിളിക്കുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്നും ഒരു പയ്യൻ വന്ന് ചോദിക്കുമ്പോൾ, അത് ഇന്ത്യയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള, ആഘാത സ്വഭാവമുള്ള ഹിന്ദുത്വ വിമർശന പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് വേടൻ സംസാരിക്കുന്നതും വേടൻ പറയുന്നതും പാടുന്നതും ഇന്ത്യയിൽ ഏറ്റവും രാഷ്ട്രീയ മൂല്യമുള്ള കാര്യങ്ങളാണ്. ആ മനുഷ്യനാ ചെറുപ്പക്കാരനെ എവിടെ അംഗീകരിക്കുന്നതും, എങ്ങനെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകട്ടെ, സർക്കാർ പരിപാടികളുടെ ഭാഗമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മുഖ്യധാരയുടെ ഭാഗമാകട്ടെ, ഏത് നിലക്കുള്ള അംഗീകാരവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ പ്രഹരമായിട്ടാണ് ഞാൻ കാണുന്നത്.